രസം ഭാഗവതം എല്ലാവരെയും എല്ലാവർക്കും സാരത്തെ പറഞ്ഞു തരുന്നതാണ്. സാരം മനസ്സിലാവുമ്പോൾ രസം വർദ്ധിക്കും. സാധാരണ ഒരു പാൽപ്പായസം കുടിക്കുന്നതും അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്നതും വ്യത്യാസമുണ്ട്. രണ്ടും പാൽപ്പായസം തന്നെയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു മാധുര്യം, അത് അമ്പലപ്പുഴത്തെയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന കുടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സ്വാദ് വരും. അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാൻ പോവുകയാണ്. അത് മുൻകൂട്ടി അറിയണോ നമ്മൾ, അതിൻ്റെ വിശേഷത. അത് കുടിക്കുമ്പോഴും അതിൻ്റെ മധുരം അറിയണു. കുടിച്ചു കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഒരിക്കൽ കേട്ടാലും, അമ്പലപ്പുഴ എന്ന് കേട്ടാൽ ഞാൻ കുടിച്ചിട്ടുണ്ട് പാൽപ്പായസം. ഭാഗവതവും അതുപോലെ തന്നെയാണ്. ഭാഗവതത്തിന് വരുന്നതിന് മുമ്പും അതിൻ്റെ ആനന്ദം. ഞാൻ ഭാഗവതത്തിന് പോവുകയാണ്, ഒരു ദിവസമെങ്കിലും തൊലാനിക്കര പോയിട്ട് ഭാഗവതം ഞാൻ മുഴുവൻ കേൾക്കും എന്ന് മനസ്സിൽ തോന്നിയാൽ തന്നെ, നോട്ടീസ് കാണുമ്പോൾ തന്നെ, അതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ എനിക്ക് പോകണം, സന്തോഷം തുടങ്ങുകയും. ഇവിടെ വന്നു കഴിഞ്ഞാലും സന്തോഷം. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും സപ്താഹം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ തൊലാനിക്കര ഉണ്ടായ ആ 50-ാം വർഷത്തെ സപ്താഹത്തിൽ പങ്കെടുത്ത ഒരു ആനന്ദം, അത് ജീവിതകാലം മുഴുവൻ അല്ല, അടുത്ത ജന്മത്തിലേക്കും കൂടിയുള്ളതാണ്. ഇതിനൊക്കെ ഒരമ്മയുടെ വയറ്റിൽ നിന്നല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നു, 10 മാസം അവിടെ കിടന്നു. ആ 10 മാസം വയറ്റിൽ കിടന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് വലുത് പറയുക. എന്തേ ഉണ്ടായതെന്നുള്ളത് ഭാഗവതം പറഞ്ഞിരുന്നു. വയറ്റിൽ കിടന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. നമുക്ക് 2 ദിവസം മുമ്പ് ചെയ്ത കാര്യങ്ങൾ പോലും ഓർമ്മയില്ല. പിന്നെയാണ് അമ്മയുടെ വയറ്റിൽ കിടന്നതായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരിക. ഭാഗവതം പറഞ്ഞു തരണോ, ഒരു മകൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു തരണോ. സാധാരണ അമ്മ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ മകനായിട്ടുള്ള കപിലവാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് അതിന് നല്ല നോളേജ്, ഡിഗ്രി, വിദ്യാഭ്യാസം, ബിരുദമൊക്കെ എടുത്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണോ? ഇല്ല, 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സുള്ള ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ, 5 വയസ്സുള്ള ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൃന്ദാവനത്തിൽ ഓടിക്കളിക്കുന്ന ഉണ്ണി കണ്ണനെയാണ് ഓർമ്മ വരിക. 5 വയസ്സുള്ള ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമനമൂർത്തിയെ ഓർമ്മ വരും. 5 വയസ്സുള്ള ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമനെ ആരും ഓർക്കാറില്ല. 5 വയസ്സുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തി ആരും ഓർക്കാറില്ല. ഉണ്ണിക്കണ്ണനെ ഓർക്കാറുള്ളൂ. ഉണ്ണിക്കണ്ണൻ മാത്രമല്ല, വാമനമൂർത്തിയും ശരി ഉണ്ണിയായിട്ട് തന്നെയാണ് വന്നുള്ളത്. കപിലവാസുദേവനും വലുതായിട്ടുള്ള കപിലവാസുദേവനെ നവമസ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ ഒന്ന് കാണുന്നുണ്ട്. 5 വയസ്സുള്ള കപിലവാസുദേവനെയാണ് ഭാഗവതത്തിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതാരം. ഭഗവാന്റെ അവതാരങ്ങളിൽ ചില അവതാരങ്ങളിലൊക്കെ ഭഗവാൻ ആ ശംഖിൻ്റെ, പത്മത്തിൻ്റെ സ്വഭാവം എടുത്തിട്ടുള്ളൂ. എന്താ? ശാന്തത. ശംഖനാദം ശാന്തമാണ്. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന താമര അത് ശാന്തമാണ്, സമാധാനത്തെ നൽകുന്നതാണ്. എന്നാൽ ചക്രവും ഗതയുണ്ട് കയ്യിൽ. ചില അവതാരങ്ങളിൽ ചക്രവും ഗതയും എടുത്തിട്ടുണ്ട്. ബലരാമൻ ഒക്കെ ഗത എടുത്തിട്ട് ചില പ്രയോഗങ്ങൾ, ഭീമസേനെ അർജുനെയൊക്കെ ഗതായുദ്ധം പഠിപ്പിച്ചത് ബലരാമനാണെന്ന് പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന് ആയുധം കളക്കിയാണ്. നരസിംഹമൂർത്തി ആയുധങ്ങളൊന്നും എടുത്തിട്ടില്ല, നഖങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാത്ത അവതാരങ്ങളാണ് വാമനാവതാരം. ഒരായുധം ഉപയോഗിച്ചിട്ടില്ല, തൻ്റെ കാല് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയണം, ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കപിലാവതാരത്തിൽ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഋഷഭാവതാരം ഇന്ന് വൈകുന്നേരം കേൾക്കാൻ പോണ അവതാരം രാജാവൊക്കെ ആയിരുന്നു. ഋഷഭദേവൻ ആരോട് യുദ്ധം ചെയ്തതായിട്ടൊന്നും കാണില്ല. ഇന്ദ്രനുമായിട്ട് ചെറിയൊരു സ്പർദ്ധ. ഇന്ന് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനൊന്ന് മഴ പെയ്യിക്കാണ്ടിരിക്കുകയുണ്ടായത്. യുദ്ധത്തിനൊന്നും പോയില്ല, മഴ പെയ്യില്ല, എന്നാൽ ഞാൻ പെയ്യിച്ചോളാം എന്ന് പറയുകയുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആയുധം എടുക്കാത്ത അവതാരങ്ങൾ. എന്നാൽ പൃഥു അവതാരം, രാജാവായിട്ടുള്ള അവതാര പൃഥു, ആയുധം എടുത്തിട്ടുണ്ട്. ഭൂമിയുടെ നേരെ വരെ വാളും കൊണ്ട് പോയിട്ടുണ്ട്, നിന്നെ ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട്. കപിലവാസുദേവൻ ശാന്തമായിട്ടുള്ള അവതാരം, അറിവിനെ പറഞ്ഞു തരുന്ന അവതാരം. ഭാഗവത സത്രവേദിയിൽ കപില അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയിൽ ആദ്യമായിട്ട് താമസിക്കാൻ വന്ന മനുഷ്യർ സ്വയംഭുവ, മനു, ശത്രുഘ ദമ്പതിമാര്. അവർക്ക് 5 കുട്ടികൾ. അതിൽ 2ാമത്തെ പെൺകുട്ടിയായ ദേവഹൂതിയെ കർദമ പ്രജാപതി വിവാഹം ചെയ്തു. കർദമൻ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ മകനാണ്. ആ കർദമ പ്രജാപതി തപസ് ചെയ്തു, ഭഗവാനെ പ്രാർത്ഥിച്ചു.
ഭഗവാൻ എന്താ വേണ്ടത് വരന്ന് ചോദിച്ചു. തദാസജാഹം പരിഗോഢുകാമ സമാനശീലാൻ ഗൃഹമേധതേനും. കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെ വേണം, എങ്ങനെയുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു തരുന്നത് കർദമനാണ് ഭാഗവതത്തില്. അത് കല്യാണം കഴിയാത്തവർ കേൾക്കണം. കല്യാണം ഊഹിച്ചിരിക്കുന്നവർ, വിവാഹം ഊഹിച്ചിരിക്കുന്നവർ കേൾക്കണം. എന്താ പറഞ്ഞത്? ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സമാനശീല, അവനവന്റെ സ്വഭാവവുമായിട്ട് യോജിക്കുന്ന ജീവിത പങ്കാളിയെ വേണം തിരഞ്ഞെടുക്കാൻ. ഭഗവാന് മാത്രമേ അത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. മറ്റന്നാൾ ഇവിടെ വരുന്നു പറഞ്ഞു. പരശോ ധർമ്മഗോവിത. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെത്തി സ്വയംഭൂ മനു ശത്രുപാദേവി മകളായിട്ടുള്ള ദേവഹൂതിയെയും കൊണ്ട് ആശ്രമോചിതമായ രീതിയിൽ സ്വീകരിച്ചിരുത്തി. പറഞ്ഞു, ഒരു രാജാവിന് രാജ്യത്ത് കാട്ടിലോ നാട്ടിലോ എല്ലാ ദിക്കിലും സഞ്ചരിക്കാൻ അധികാരമുണ്ട്. പക്ഷേ എൻ്റെ ആശ്രമത്തിൽ വന്നതുകൊണ്ട് എൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഇതും രാജാവിൻ്റെ തന്നെയാണ്. അപ്പൊ ഞാൻ താമസിക്കുന്നിടത്ത് വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകളെ സ്വീകരിച്ചാൽ തരക്കടില്ല, അങ്ങ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നിർബന്ധിക്കുകയൊന്നുമില്ല. ഇങ്ങനെ വേണമെന്നാണ് വിവാഹത്തിൻ്റെ അതിയായ കേമത്വം. എന്താ വെച്ചാൽ വരന്റെ ആൺകുട്ടിയുടെ സ്വഭാവ ഗുണം കണ്ട് അച്ഛൻ പെൺകുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ മകളെ വിവാഹം കഴിക്കുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കണം. ഇന്ന് അങ്ങനെയല്ല. എന്നാൽ ആണുങ്ങൾ പെണ്ണിനെ അന്വേഷിച്ച് നടത്തി എവിടെയെങ്കിലും കിട്ടുമോ ചോദിച്ചത് എന്ന് ചോദിച്ചിട്ട് എന്തേ വേണ്ടത്ര യോഗ്യത ഇല്ലാണ്ടാണോ അറിയില്ല. പെൺകുട്ടികളുടെ അച്ഛന്മാര് ആൺകുട്ടികളെ അന്വേഷിച്ച് വരണം. എൻ്റെ മകൾക്ക് പറ്റിയ ഒരു വരൻ ആണന്വേഷിക്കാന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദുർലഭമായിട്ടേ കേട്ടിട്ടുള്ളൂ. പെണ്ണന്വേഷിക്കാന്നേ കേട്ടിട്ടുള്ളൂ. ഇവിടെ സ്വയംഭൂമനു തൻ്റെ മകൾക്ക് യോജിച്ച പുരുഷനെ അന്വേഷിച്ച് എവിടെ പോയി? കാട്ടിലാണോ പോയത്? കൊട്ടാരത്തിലല്ല. രാജകൊട്ടാരങ്ങളല്ല അന്വേഷിച്ചത്. യോഗ്യത എന്താ? ഈശ്വരഭക്തിയാണ്. ആരാണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനൊരു ഭക്തൻ യോഗ്യനായിട്ടുള്ളൊരു പുരുഷൻ അവിടെ ഉണ്ട് എന്ന്? ശ്രീനാരദ മഹർഷിയെ പറഞ്ഞു കൊടുത്തത്. കർദമന് കൊടുത്തോളൂ. അവിടെ ഈ മനു കൊട്ടാരത്തിൽ ജീവിച്ച ദേവഹൂതിയെ കാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് കൊടുക്കുക എന്ന് ചിന്തിച്ചിട്ടില്ല. സമ്പത്തിനെ അല്ല അവിടെ നോക്കിയത്, ഗുണം, ഈശ്വരാരാധന, ഭഗവാനെ ആരാധിച്ചയാളാണ്, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയയാളാണ്. അതിനേക്കാൾ വലിയൊരു സമ്പത്തില്ല. ബാക്കി എല്ലാ സമ്പത്തുകളും ഒരു കാലത്ത് നഷ്ടപ്പെടും. 4 ദിവസം ആശുപത്രി കിടന്നാൽ മതി. ബാങ്കിലെ അക്കൗണ്ടിലെ കാശൊക്കെ ആശുപത്രിക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ ഈശ്വര ആരാധന കൊണ്ട് ഉണ്ടായതായ സമ്പത്ത് അത് ഒരു കാലത്ത് നഷ്ടപ്പെടുന്നതല്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് ഇവിടെ മനു പറഞ്ഞു, എൻ്റെ മകളെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചു. വളരെ കാലമൊന്നും ഞാൻ കുടുംബജീവിതത്തിൽ ഉണ്ടാവില്ല. ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, പ്രജ ആശ്രജേതി, പ്രജകളെ സൃഷ്ടിക്കുമെന്ന്. കുറച്ച് കുട്ടികളൊക്കെ ആയാൽ ഞാൻ തപസ്സിന് പോവും എന്ന നിബന്ധനയോടുകൂടി ബാണമുദ്ദോടുകാമോഹം അപ്രത്താജതവാത്മജ. വേറൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ? അങ്ങയുടെ മകളെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങയുടെ മകൾ അപ്രത്തയാവണമെന്ന്, ഒരാൾക്ക് പ്രദാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവരുത്. കുട്ടിക്കാലത്തോ എവിടുന്നെങ്കിലും അവിടെ ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്, അവിടെ വലുതായി അങ്ങോട്ട് ആലോചിച്ചാലോ, ആലോചിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം വാക്ക് കൊടുത്താൽ അതിനെ ഒരിക്കലും മാറ്റാൻ പാടില്ല, പ്രത്യേകിച്ച് വിവാഹകാര്യത്തിലൊന്നും. അപ്പൊ നല്ലവണ്ണം ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ് വിവാഹകാര്യങ്ങളൊക്കെ. പരസ്പരം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിവാഹം നിശ്ചയിക്കേണ്ടത്. ആര് മനസ്സിലാക്കണം? ഈ വരനും വധുവും തമ്മിൽ നല്ലോണം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും ഞങ്ങളുടെ സ്നേഹത്തിന് യാതൊരു കുറവും വരില്ല, ഞങ്ങൾ ഒരിക്കലും തമ്മിൽ കലഹിക്കില്ല. കുറച്ചു നേരത്തെ പ്രണയകലഹമൊക്കെ ആവാൻ കുഴപ്പമൊന്നുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ചാൽ ആ പിണക്കത്തിന് അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ മാത്രമേ ആയുസ്സുണ്ടാവാൻ പാടുള്ളൂ. സൂര്യാസ്തമയത്തോടുകൂടി ആ പിണക്കം മാറണം. ചെറിയ പിണക്കൊക്കെ ആവാം, പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും മാറിയിട്ടുണ്ടാവണം. അല്ലാണ്ട് ഡൈവേഴ്സിലേക്ക് എത്തുന്ന രീതിയിലുള്ള പിണക്കങ്ങളൊന്നും ആവരുത്. അതിനെന്ത് വേണം? പരസ്പരം പ്രേമിക്കണം. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രേമിക്കുന്നവർക്ക് ഒരാളോടും ദേഷ്യം ഉണ്ടാവില്ല. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം വിദ്വേഷം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഉള്ളിൽ കൃഷ്ണപ്രേമം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ്. ഭഗവാന്റെ 16,108 ഭാര്യമാര്, ഒരാൾക്ക് പോലും പരസ്പരം ഒരു വിദ്വേഷഭാവം ഉണ്ടായിട്ടില്ല.
സത്യഭാമ കൊണ്ടുവന്ന് കുഴിച്ചുവിട്ട പാരിജാതത്തിന്റെ പൂക്കളൊക്കെ മറ്റു ഭാര്യമാർ ഓരോരുത്തരും പറിച്ച് മാല കിട്ടുമ്പോൾ സന്തോഷമാണ് സത്യഭാമയ്ക്ക് ഉണ്ടാവണത്. നമ്മൾ കുഴിച്ചിട്ട ചെടീന്ന് വേറൊരാൾ പൂ പറിച്ചാൽ നമുക്ക് സന്തോഷമാകുമോ? ഒരു ദിവസമൊക്കെ ശ്രമിക്കും. പക്ഷേ അവിടെ ഒരാൾക്കും ഒരു വിരോധം ഉണ്ടായില്ല. കാരണം എല്ലാവരും കൃഷ്ണനെ പ്രേമിക്കുന്നവരാണ്. അതുകൊണ്ടാണ് രുക്മിണി പാരിജാതത്തിന്റെ പൂ പറിച്ച് മാല കെട്ടി കണ്ടാലും എടത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ, മാല ചാർത്തിച്ച് കാണാൻ, അങ്ങനെയാണ് പറയണത്. അപ്പൊ അടുത്ത ദിവസം ഇങ്ങോട്ട് മാല കെട്ടി കൊടുക്കുകയാണ്. പരസ്പരം സഹകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട്. സ്നേഹിക്കാൻ, കൃഷ്ണനെ സ്നേഹിച്ച് ശീലിക്കാനേ പറ്റുള്ളൂ. കൃഷ്ണ കഥകൾ കേട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നയാളാണ് ഭഗവാൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ ഒരാളോടും നമുക്ക് വിരോധം ഉണ്ടാവില്ല. ജീവിതം എങ്ങനെയാവണം? ആരോടും ഉള്ളിൽ പക തോന്നിടാതെ, നേരായ മാർഗത്തെ വിടിഞ്ഞിടാതെ, നാരായണൻ തന്റെ നാമങ്ങൾ ചൊല്ലി തീരണമേ കൃഷ്ണമതീയ ജന്മം. ആരോടും വിരോധം ഉണ്ടാവരുത്. അതിന് വേറെ ആരും വിചാരിക്കാതെ അവൻ തന്നെ വിചാരിക്കണം. ഇവിടെ പരസ്പര പ്രേമത്തോടുകൂടി സ്വീകരിച്ചു. ഞാൻ ദേവഹൂതി ആർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യോ വിവാഹികോ വിധി, ബ്രാഹ്മം എന്ന ആദ്യ വൈവാഹിക വിധി പ്രകാരമാണ് ആ വിവാഹം നടന്നത്. ബ്രാഹ്മം, ക്ഷാത്രം, പ്രാജാപത്യം, ഗാന്ധർവം, ആസുരം, പൈശാചികം ഒക്കെ തുടങ്ങിയിട്ട് 8 രീതിയിലുണ്ട് വിവാഹവിധികൾ. അതിൽ ബ്രാഹ്മം, അച്ഛനും അമ്മയും കൂടി പെൺകുട്ടിയെ യോഗ്യനായ പുരുഷന്റെ അടുത്ത് കൊണ്ടുപോയി ദാനമായിട്ട് നൽകുക. വിവാഹം കഴിഞ്ഞു തിരിച്ചുപോയി 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ കല്യാണത്തിന്. വരനായിട്ടുള്ള കർദമ പ്രജാപതി, വധുവായിട്ടുള്ള ദേവഹൂതി, ദേവഹൂതിയുടെ അച്ഛൻ സ്വയംഭൂമനു, അമ്മ ശത്രുപാദേവി. 4 പേരേ ഉള്ളൂ. 4 പേരും നോക്കിക്കഴിഞ്ഞാൽ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളുടെ പ്രതീകമായിട്ട് വേണമെങ്കിൽ ഈ 4 പേരെയും പറയാം. കർദമൻ മോക്ഷത്തിന്റെ പ്രതീകമാണ്. കാരണം അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട, ഈശ്വരനിലേക്ക് എത്തിയാൽ മതി. ആ ഈശ്വരനിലേക്ക് എത്താനുള്ള കാമവുമായിട്ടാണ് ആരെത്തിയത്? ദേവഹൂതി എത്തിയത്. കാരണം ദേവഹൂതിക്ക് കുടുംബജീവിതത്തിൽ അധിക കാലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, കുടുംബജീവിതത്തിൽ എത്ര കാലമാച്ചാൽ അന്ന് നിന്ന് ഈശ്വരാരാധനയ്ക്ക് പൊക്കോളൂ. പക്ഷേ കൂടെ എനിക്കും സാധിക്കണം ഈശ്വരാരാധനയ്ക്ക് എന്ന ഭാവത്തിൽ ഈശ്വരനെ കാമിച്ചും കൊണ്ടാണ് ഭക്തന്റെ നേരെ വന്നത്. പണം കാമിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ ഏതെങ്കിലും രാജകുമാരനെ കല്യാണം കഴിക്കാനല്ലേ മോഹിക്കുക. കാമിച്ചത് ഭഗവാനെയാണ്. ധർമാർത്ഥങ്ങള് സ്വയംഭൂമനുവും ശത്രുപാദേവിയും. സ്വയംഭൂമനു ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. അർത്ഥം സമ്പാദ്യം, സമ്പാദ്യം സ്നേഹിക്കുന്ന ഭാര്യ. ഒരുമിച്ച് തന്നെയുള്ളതാണ് ആര്? ശത്രുപാദേവി. ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടായതാ. ശത്രുപാദേവിയും സ്വയംഭൂമനും ഒന്നിച്ചാണ്. അവര് ബ്രഹ്മാവിൽ നിന്നും ഒരാൾ ഇടത് ഭാഗത്തുനിന്ന് ഒരാൾ വലത് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവിന്റെ ഇടത് ഭാഗത്തുനിന്ന് ശത്രുപാദേവി ഉണ്ടാവുക കാരണം സ്ത്രീകൾക്ക് ഇടതുഭാഗത്തിന് പ്രാധാന്യം കൂടുതലുണ്ട്. കാരണം അവർക്ക് കയ്യൊക്കെ നോക്കുമ്പോൾ ഇടത്തെ കയ്യെ കാണിച്ചു കൊടുക്കുക. സ്ത്രീകളുടെ ഇടതുഭാഗം തുടിച്ചാലാണ് അവർക്ക് ശ്രേഷ്ഠത എന്ന് പറയും. എന്നാൽ പുരുഷന്മാർക്ക് വലത്തെ കൈയാണ്. അസ്തരേഖാശാസ്ത്രത്തിന് വലതുഭാഗം തുടിച്ചാലാണ് അവർക്ക് നല്ലത്. ഇത് ബ്രഹ്മാവിന്റെ ഇടത്തുനിന്ന് വളർന്നുണ്ടായവരാവുകൊണ്ടാണ് അങ്ങനെ പറയണത്. അവർ ഒരേ ശരീരത്തിൽ നിന്നുണ്ടായവരാ. ഇനി അതുപോലെ ഒരെണ്ണം കാണാൻ പറ്റിയ നമുക്ക് പൃഥുവിന്റെ അവതാരത്തിലാണ്. വേനന്റെ ശരീരത്തിൽ നിന്നും പൃഥു മഹാരാജാവും അർച്ചിസ്തുമായിട്ട് ഭഗവാനും മഹാലക്ഷ്മിയും വരുന്നത്. മറ്റു മനുഷ്യർക്കൊക്കെ ഒരു ശരീരത്തിൽ നിന്നുണ്ടാവില്ല. ഇവിടെ ധർമാർത്ഥങ്ങള് നേരായ മാർഗത്തിൽ ധർമ്മം അനുഷ്ഠിച്ചാൽ അർത്ഥം കൂടെ ഉണ്ടാവും. പണം അന്വേഷിച്ച് വേറെ പോകേണ്ട ആവശ്യമില്ല. ധർമ്മം ചെയ്യുകയാണെങ്കിൽ കൂടെ അർത്ഥം വന്നോളും. കാരണം ധർമ്മം ചെയ്യുന്നവർക്ക് ഒന്നിനും ഒരു വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ട് മനുവിന്റെ കൂടെ വന്നയാൾ തന്നെയാണ് ശത്രുപാദേവി. ജനിച്ചപ്പോൾ തന്നെ കൂടെയുണ്ട്. ആ ദേവഹൂതി കർദമ ദമ്പതിമാരുടെ വിവാഹ ജീവിതം എങ്ങനെയായിരുന്നു? പിതൃഭ്യാം പ്രസുരേസാദീപതിമിങ്കിതഗോവിത നിത്യം പരിചരൽ പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. ഭവാനി പരമേശ്വരി സുന്ദരേശ്വരനെ എങ്ങനെയാണോ പൂജിക്കണത്, സുന്ദരേശ്വരൻ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള 2 പേരേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 2 പേരേ ഉള്ളൂ സുന്ദരന്മാരായിട്ട്. ഒന്ന് നല്ല വെളുത്ത് സുന്ദരനായ ശ്രീപരമേശ്വരനും മറ്റത് കുറച്ച് കറുത്ത സുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാനും. ഒരാൾ കുറച്ച് കറുത്തിട്ടാണ്, മറ്റേ വെളുത്തിട്ടാണ്. 2 പേരും സുന്ദരന്മാരാണ്. 2 പേരും സുന്ദരന്മാരാണ്. ഇവരെ എല്ലാം സുന്ദരന്മാര്. ആ പാർവതീദേവി പരമേശ്വരനെ പൂജിക്കുന്നത് എങ്ങനെയാണ്? കൈലാസത്തിൽ വെള്ളം കിട്ടാനില്ല. കാരണം എന്താ? അവിടെ മുഴുവൻ ഐസ് കട്ടകളാണ്, മഞ്ഞല്ലേ അവിടെ.
മഞ്ഞാണ്, അവിടെ വെള്ളം കിട്ടാനില്ല. എങ്കിലും താഴെയുള്ള മന്ദാകിനി നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഭഗവാൻ അഭിഷേകം ചെയ്യും. ശ്രീ പരമേശ്വരി പാർവതി കൊട്ടാരത്തിൽ ജീവിച്ചവളാണ്. പക്ഷേ ഹിമാലയത്തിലെ ഭഗവാനോടുകൂടി മാതൃകാ കുടുംബമായിട്ട് ജീവിക്കണോ? ഇതുപോലെ കർദമ പ്രജാപതിയും ദേവഹൂതിയും മാതൃകാ കുടുംബജീവിതം നയിച്ചു. കുറച്ചു ദിവസം ആ കാട്ടിലെ ജീവിതം ദേവഹൂതിക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടാക്കിയപ്പോ കർദമൻ പറയുകയാണ്, തുഷ്ടോഹമദ്യതവമാന വിമാനദായ ശുശ്രൂഷയാ പരമയാ പരയാജ ഭക്തിയാ. ശരീരത്തിന്റെ സുഖസൗകര്യങ്ങളൊന്നും നോക്കണ്ട. കൊട്ടാരത്തിലെ സുഖം എന്തായാലും കാട്ടിൽ കിട്ടില്ലല്ലോ. ശരീരത്തിന്, മനസ്സിനല്ല കേട്ടോ പറഞ്ഞത്. മനസ്സിന് സുഖം ചിലപ്പോൾ കാട്ടിലിരിക്കലാവും, കൊട്ടാരത്തിലെ സുഖം ആവില്ല. പക്ഷേ ശരീരത്തിന് കൊട്ടാരത്തിലെ സുഖമൊന്നും കാട്ടിൽ കിട്ടില്ല. അതുകൊണ്ട് ശാരീരിക സുഖങ്ങളൊക്കെ വിട്ട് എൻ്റെ കൂടെ കാട്ടിൽ താമസിച്ചിട്ടും ഒരു പരിഭവം പറയാണ്ട്, ശരീരം ശോഷിച്ചിട്ടും ഒരു പരിഭവം പറയാണ്ട് കഴിയില്ല എൻ്റെ കൂടെ, സന്തോഷമായി എന്ന് പറയുക. എന്താഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അങ്ങേപ്പോലെ ഒരു ഭക്തനെ വിവാഹം കഴിക്കാൻ പറ്റിയ ഭർത്താവായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് വേറൊരു സന്തോഷം, ആഗ്രഹം വേറെ ഇല്ല. എങ്കിലും പ്രസവസതീന സന്താനം ഉണ്ടാവണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കൊരു യാത്ര പോവാം എന്ന് പറഞ്ഞ വിമാനം കാമകം എന്നു പേരുള്ളൊരു വിമാനം കാമേന ഗച്ഛതി. നമ്മുടെ മനസ്സ് തന്നെയാണ് കാമകം എന്ന വിമാനം. അത് ആഗ്രഹിക്കുന്നിടത്തേക്ക് പോവും. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലെ കാര്യമൊന്നും ഓർത്തു കഴിഞ്ഞാൽ വേഗം വീട്ടിലെത്തി. ദൂരം എത്രയുണ്ടാവും? ദൂരം എത്ര ദൂരെയാണെങ്കിലും മനസ്സ് വേഗത്തിലെത്തി. എത്ര ദൂരേക്ക് വേണമെങ്കിലും നമ്മളെ മനസ്സെത്തിക്കാൻ സാധിക്കും. മനസ്സാണ് കാമേന ഗച്ഛതി. കാമകം എന്ന ആ വിമാനം, അവിടെ കാമകം എന്നൊരു വിമാനം ഉണ്ടാക്കി എന്ന് പറയണോ. ഉപരി വിന്യസ്തു നിലയേഷു പൃഥക് അനവധി നിലകളുള്ള വിമാനം. സർവകാല സുഖാവഹം. ആ വിമാനത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചൂടുകാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടോ രണ്ടു ഭാഗമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഏത് കാലത്തും സുഖമാവും ആ വിമാനം. അങ്ങനെ ഒരു വിമാനം നിർമ്മിച്ചു എന്ന് ആ കഥയിൽ പറയാം. ആദ്യമായിട്ട് വിമാനം നിർമ്മിച്ചത് കർദമനാണ്. ഭാര്യയുമായിട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വിമാനം നിർമ്മിക്കുകയുണ്ടായത്. ഭരദ്വാജ മഹർഷിയാണ് വിമാനത്തിന്റെ കണക്കുകളൊക്കെ എഴുതി വെച്ച ഒരാൾ. ഭരദ്വാജ മഹർഷിയുടെ യന്ത്രസർവസ്വം എന്ന ഗ്രന്ഥമുണ്ട്. കാഞ്ചി കാമകോടി ആശ്രമത്തിൽ ആ ഗ്രന്ഥം ഇരിക്കുന്നുണ്ട്. താളിയോലയാണ്. യന്ത്രസർവസ്വം എന്നാണ് ഭരദ്വാജ മഹർഷിയുടെ വിമാനം നിർമ്മിക്കുന്ന യന്ത്രം. അതില് ഒരു ലോഹം ഉണ്ട് അത്രേ. ആ ലോഹത്തെ ആർക്കും കാണാൻ പറ്റില്ല. ഈ ദേവന്മാരൊക്കെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്കറിയാം, സഞ്ചരിക്കുന്നുണ്ട് എന്ന്. അത് ഈ ലോഹം കൊണ്ട് കാണാൻ മറ്റുള്ളവർക്ക്, അതിനകത്തിരിക്കുന്നവർക്കേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്രേ. അങ്ങനെ ഒരു വിമാനങ്ങളാവാം ദേവന്മാരൊക്കെ സഞ്ചരിക്കണത് എന്നൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും വിമാനം ഭാരതീയർ തന്നെയാണ് നിർമ്മിച്ചത്. രാമായണത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് വിമാനങ്ങളെ കുറിച്ച് കാണാം. രാമായണത്തിനും എത്രയോ മുമ്പ് തന്നെയാണ് കർദമന്റെ വിമാനയാത്ര. നമ്മുടെ മനസ്സാണ് വിമാനം എന്ന് ചിന്തിച്ചാൽ ആ മനസ്സ് സർവകാല സുഖാവഹം. ഈ മനസ്സിൽ എപ്പോഴും സുഖമുണ്ടാവും എന്നാ പറഞ്ഞത്. ആരായിട്ട് മാറണം? കർദമനെ പോലെ തപസ് ചെയ്ത ആളായിട്ട് മാറണം. കർദമനെ പോലെ തപസ് ചെയ്ത ആളായിട്ട് മാറിയാൽ, ഭഗവാൻ അനുഗ്രഹം നേടിയ ആളായിട്ട് മാറിയാൽ, കർദമന്റെ ജീവിതത്തിലും ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ചിന്തിക്കാം. കർദമൻ തപസ് ചെയ്തു, അത് ധർമ്മം. ആ കർദമന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവന്റെ ചരിത്രമാണ് അർത്ഥത്തിന്റെ പ്രതീകമായിട്ട് പറഞ്ഞത്. എന്താ? ചെറുപ്പത്തിലെ ഭഗവാനെ സമ്പാദിച്ചു, ഭഗവാനെ കണ്ടു. കർദമനും ചെറുപ്പത്തിൽ ഭഗവാനെ പ്രത്യക്ഷനാക്കിയ ആളാണ്. അപ്പൊ നേടിയെടുക്കേണ്ട അർത്ഥം ഭഗവത് അനുഗ്രഹം. ധർമ്മമാകുന്ന തപസ് ചെയ്ത് അർത്ഥമാകുന്ന ഭഗവത് അനുഗ്രഹം നേടിയെടുത്തു. കാമവുമായിട്ട് ദേവഹൂതിയാണ് വന്നത്. മോക്ഷം കിട്ടി അദ്ദേഹത്തിന്. അദ്ദേഹം മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചിട്ട് കിട്ടുന്നതല്ല എന്ന് പറയുണ്ടായില്ലേ. അദ്ദേഹം കുടുംബജീവിതത്തിൽ സുഖമായിട്ട് കുറച്ചു കാലം കഴിഞ്ഞു വെച്ചാലും അതൊക്കെ വിട്ട് തപസ്സനായിട്ട് പോയി. അതാണ് മോക്ഷം, മുക്തി. ആ കർദമ പ്രജാപതി ദേവഹൂതിയോട് വിമാനത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ ദേവഹൂതിക്ക് വിമാനത്തിൽ ഈ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ശുഷ്കിച്ച ശരീരമൊക്കെ ആയിട്ട് കയറാനൊരു മടി. ബിന്ദു സരസ് എന്നൊരു സരസ് കാണിച്ചു കൊടുത്തു.
ആ സരസിൽ മുങ്ങി ത്രൈലോക്യ സുന്ദരിയായിട്ട് മാറി ആ വിമാനത്തിലേക്ക് കയറി. കർദമനും തൻ്റെ താടിയും മുടിയൊക്കെ കളഞ്ഞു. മുടി കളയാൻ ആരും വിളിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല, മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. ആ താപസവേഷം മാറ്റി ഭാര്യയോടുകൂടി മധുവിധി യാത്രയ്ക്ക് പോവാൻ നല്ല സുന്ദരനായിട്ട് മാറി കർദമൻ. ലോകത്തിലെ ആദ്യത്തെ മധുവിധി യാത്ര. പല പല ലോകങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ഭാര്യയ്ക്ക് പല പല കാഴ്ചകളും കാണിച്ചു കൊടുക്കുമ്പോൾ പ്രേക്ഷയിത്വോളം ഗോളാകൃതിയിലുള്ള ഭൂമിയെ കാണിച്ചു കൊടുത്തു. ദേവഹൂതി നമ്മൾ പുറപ്പെട്ട ഭൂമിയാണ് കേട്ടോ ഗോളാകൃതിയിൽ കാണുന്നത്. ഭൂമി ഗോളാകൃതിയാണോ എന്ന് ആദ്യത്തെ മധുവിധി യാത്രയിൽ കണ്ടെത്തിയിട്ടുണ്ട് കർണവ പ്രജാപതി. ഇനി ഞാൻ നാളെ ഭൂഗോള വർണ്ണന ഈ സമയത്ത് കേൾക്കാം. സാങ്കേതിക വിദ്യകള് വികസിപ്പിച്ചെടുത്ത രാജ്യം ഭാരതം തന്നെയാണ്. ഭാരതത്തിൽ ഇല്ലാത്ത ഒരു സാങ്കേതിക വിദ്യയും ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. മറ്റു രാജ്യക്കാരൊക്കെ ഭാരതത്തിൽ വന്ന് കൊള്ളയടിക്കുക എന്നല്ലാണ്ട് ഭാരതം വേറെ എവിടെയെങ്കിലും പോയി കൊള്ളയടിച്ച് കേട്ടിട്ടുണ്ടോ? ഭാരതീയ രാജാക്കന്മാർ വിദേശത്ത് പോയിട്ട് കൊള്ളയടിച്ചിട്ടുണ്ടോ? കാരണം എന്താ? അവിടെ ഒന്നുമില്ലേ, വിദേശരാജ്യത്ത് ഒന്നുമില്ല കൊള്ളയടിച്ച് കൊണ്ടുവരാൻ. എല്ലാം ഉള്ളത് ഭാരതത്തിലാണ്. ഇവിടെ കൊട്ടാരത്തിൽ ജീവിച്ച് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചവരുണ്ടാക്കി വെച്ചതല്ല ഭാരതത്തിലുള്ളത്. താടി മുടിയിൽ നിന്ന് കിട്ടി ആലിൻ്റെ തോട്ടിലും ആശ്രമങ്ങളിലും ഒക്കെയായിട്ട് കഴിഞ്ഞതായ മഹർഷിമാര് ഋഷീശ്വരന്മാര് കണ്ടെത്തിയ സത്യങ്ങള്. ഋഷി എന്നാണ് പറയുക അല്ലെ. ഋഷിമാരുടെ ആ ഒരു കേന്ദ്രമാണ്. അവര് ഋഷിമാരാണ് നമുക്ക് വലുത്, രാജാക്കന്മാരല്ല, ഭരണാധികാരികളല്ല നമുക്ക് വലുത്, അറിവുള്ളവരാണ്. ആ ഋഷിമാരാണ് അവര് കണ്ടെത്തിയ പ്രപഞ്ച സത്യങ്ങളെ നമുക്ക് പറഞ്ഞു തന്നത്. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങള്. അറിവ് ഭാരതത്തിലേ ഉള്ളൂ. ഭാരതം ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന, ഭാരതത്തിലല്ലാണ്ട് വേറെ ഒരു രാജ്യത്തും ഒരറിവുമില്ല. ഭാരതത്തിന്റെ അറിവിനെ നളന്ദ എന്നൊരു യൂണിവേഴ്സിറ്റി, തക്ഷശില എന്ന യൂണിവേഴ്സിറ്റി, അതിനെ വിദേശികൾ വന്നിട്ട് കത്തിച്ചപ്പോൾ അവിടെയുള്ള താളിയോലകൾ കത്താൻ 3 മാസം സമയമെടുത്തു ഇത്രേ. താളിയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ ഓലയാണ്, പെട്ടെന്ന് കത്തും തീരെ അടുത്തേക്ക് പോയാൽ. 3 മാസം കത്തിത്തീരാൻ പാകത്തിന് താളിയോലകളുടെ ശേഖരം ഉണ്ടായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ എന്താവും? അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അറിവിന്റെ കേന്ദ്രം. എന്തായാലും കാമകം എന്ന വിമാനത്തിൽ സഞ്ചരിച്ച് ഭൂമിയെ കാണിച്ചു കൊടുത്തു. 100 വർഷത്തോളമുള്ള യാത്ര. നമുക്ക് ഭൂമിയിലേക്ക് പോവാന്ന് പറഞ്ഞു. 9 കുട്ടികളുമായിട്ട് വന്നു. കുട്ടികളായില്ലേ? ഞാൻ തപസ്സിന് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു സന്താനത്തെ, ആൺകുട്ടിയെ തരും. കാരണം പെൺകുട്ടിയോട് കല്യാണം കഴിഞ്ഞ് പോകും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കല്യാണം കഴിച്ചു പോകും. പിന്നെ എനിക്ക് രക്ഷയ്ക്ക് ആരാ ഉള്ളത്? ശരിയാണ്. കർദമൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മകനായിട്ട് വരാമെന്ന്. മാത്രമല്ല ഒരു സ്ത്രീ ഒരിക്കലും തനിച്ച് ജീവിച്ച് വിഷമിക്കരുത്. 3 പുരുഷന്മാരല്ലേ സ്ത്രീകളെ രക്ഷിക്കാനുള്ളത്. പിതാ രക്ഷതി കൗമാരേ, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സ്ത്രീകൾ സ്വതന്ത്രമായിട്ട് ജീവിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലേ? അവർക്കെല്ലാം ചെയ്തു തരാൻ കുട്ടിക്കാലത്ത് അച്ഛനും, യൗവനത്തിൽ ഭർത്താവും, വാർദ്ധക്യത്തിൽ മകനും ഉണ്ട്. ദേവിയെ, യഹൂദിയെ അച്ഛൻ മനു വേണ്ട പോലെ പരിചരിച്ചിട്ടുണ്ട്. ഇപ്പോ യൗവനത്തിൽ ഭർത്താവ് കർദമൻ സുഖമായിട്ട് പരിചരിച്ചിട്ടുണ്ട്. വീരമാപന്നോ ജഗ്നേ അഗ്നിരുവതാരുണി, ഭഗവാന്റെ അവതാരം. 5 വയസ്സ് വരെ അവിടെ തന്നെ നിന്നു ഇത്രേ കർദമൻ. കുട്ടി ഉണ്ടായി വെച്ച് അപ്പ തപസ്സിന് പോയില്ല. 5 വയസ്സ് വരെ അവിടെ തന്നെ നിന്നു. ഏതൊരു കുട്ടിയുടെയും 5 വയസ്സ് വരെ വലിയ പ്രാധാന്യമുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും സാമീപ്യം, സ്നേഹം, ലാളന, പരിലാളനം എല്ലാം 5 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും കിട്ടണം. കാരണം അമ്മയുടെ വാത്സല്യം മാത്രം പോരാ, അച്ഛൻ്റെ വാത്സല്യവും കിട്ടണം. അച്ഛനെ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞ് അച്ഛൻ്റെ പുറത്ത് കയറി ആന കളിക്കണം കുട്ടികൾക്ക്. അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങണം. അച്ഛൻ്റെ ചുമലിൽ കയറിയിട്ട് കുട്ടി പറയട്ടെ, ഗുരുവായൂരെത്തുമ്പോൾ അച്ഛാ, ഗുരുവായൂരെത്തുമ്പോൾ നല്ല തിരക്കുണ്ടാവില്ലേ? നല്ല തിരക്കിൽ ചുമലിലെത്തിക്കൊണ്ട് എന്നെ കൊണ്ടുപോകണം. നല്ല തിരക്കുള്ളപ്പോഴേ ആര് വേണം കുട്ടിയെ ചുമലിരുത്തി ഗുരുവായൂരപ്പനെ കാണിച്ചു കൊടുക്കാൻ? അമ്മയ്ക്കെടുത്ത് ചുമല് വെക്കാൻ പറ്റുമോ? ഏതൊക്കെ അമ്മമാര് കുട്ടികളെ ചുമല് വെച്ച് നടക്കാൻ വേണ്ടിയിട്ടുണ്ടോ? ആരേ ഉള്ളൂ? അച്ഛനാണ് ചുമലെടുത്ത് വെച്ചിട്ട് മുമ്പിൽ കുറെ ആൾക്കാർ തൊഴാണ്ടാവുമ്പോൾ കുട്ടിക്ക് കാണില്ല.
കുട്ടിയെ ചുമലിരുത്തിയിട്ട് കൊടിമരത്തോട്ടുന്നാണെങ്കിൽ ഗുരുവായൂരപ്പനെ ചോദാനിക്കാമ ഏത് കണ്ടില്ലേ? ആ ചുമലിൽ വെച്ചിട്ട് ഭഗവതിയെ കാണിച്ചു കൊടുക്കണം. ആ വിളക്ക് കാണുന്നില്ലേ, ദേവിയുടെ ആ ഗോള കാണുന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കാത്ത അച്ഛൻ ഒരിക്കലും വയസ്സുകാലത്ത് കുട്ടികൾ നോക്കില്ല. ഭഗവാനെ കാണിച്ചു കൊടുക്കാത്ത ഉണ്ണിക്കണ്ണൻ പോലും ഉണ്ണിക്കണ്ണനു കേറിക്കളിക്കാൻ അമ്മ ആനയായതു നന്ദന്റെ ഭാഗ്യം. നന്ദഗോപുരം മുട്ടുകുത്തി നിർത്തിയിട്ട് ഭഗവാൻ ആനപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പുറത്ത് കയറി കളിച്ചിരുന്നു അത്രേ. കാരണം ഗുരുവായൂർ എന്നും ആനപ്പുറത്ത് കയറാൻ പരിശീലിക്കണം. ചെറുപ്പത്തിൽ പേടി മാറ്റാൻ വേണ്ടിയിട്ടേ അച്ഛൻ്റെ പുറത്ത് കയറിയിട്ടാണ് അത്രേ ആന കളിച്ചിട്ടുണ്ടായിരുന്നത്. കൊടിയേറ്റത്തിനന്ന് രാവിലെ മാത്രമേ ഭഗവാൻ ആനയില്ലാത്ത ശീവേലിയുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ 3 നേരം ആനപ്പുറത്ത് കയറണം. പേടിയാവില്ലല്ലോ. അവിടെ ചെറുപ്പത്തിലെ ശീലിച്ചു അത്രേ. അപ്പോൾ ചെറുപ്പത്തിലെ എന്ത് ശീലിക്കണം? ഈശ്വര ആരാധനയും ശീലിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെയാണ് അല്ലേ? ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുകയാണെങ്കിലും ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പഠിച്ചാൽ വേഗം പഠിക്കും. അതിന് പകരം റിട്ടയർഡായിട്ട് 55 വയസ്സായിട്ട് കാർ ഓടിക്കാൻ പഠിച്ചാൽ കുറച്ച് ഏരാമണം പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഈശ്വരാരാധന ഏത് കാര്യവും പഠിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെയാണ്. 5 വയസ്സാവുമ്പോഴേക്കും അച്ഛനമ്മമാരുടെ സ്നേഹം 2 കൊല്ലം കൂടുമ്പോൾ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അല്ല കുട്ടിക്ക് വേണ്ടത്. സാധാരണ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ 5 രൂപയുടെ ബിസ്ക്കറ്റ് കിട്ടിയാലും കുട്ടിക്ക് മതി. പക്ഷെ കുട്ടിക്ക് അച്ഛൻ കൊണ്ടുവരുന്ന ബിസ്ക്കറ്റിന്റെ മൂല്യമല്ല, അച്ഛനെ ഒന്നും കാണുന്നുണ്ടല്ലോ. വൈകുന്നേരമായ അച്ഛൻ ജോലി കഴിഞ്ഞ് വരും, ഒന്നിലൊരു വടയോ മിഠായിയോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുവരും എന്ന ആ അച്ഛൻ്റെ സ്നേഹം അത് അനുഭവിക്കണം. ഇന്ന് പല കുട്ടികൾക്കും അത് കിട്ടുന്നില്ല. അച്ഛൻ സ്നേഹം മനസ്സിൽ വെച്ച് നടക്കുക, കുട്ടികൾക്ക് പ്രകടിപ്പിക്കണില്ല. മനസ്സിൽ കൊണ്ട് നടക്കുക. മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഉള്ളത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഒന്ന് അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടും മടിയിൽ ഇരുത്തിയിട്ടും സ്കൂളിൽ പോണ കുട്ടി അയച്ചാൽ അച്ഛൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മകനെ അടുത്തിരുത്തിയിട്ട് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ഏതെങ്കിലും ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാണ്ടിരുന്നോ? മറ്റു കുട്ടികളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുവോ? കൊണ്ടുവന്ന ഭക്ഷണം മറ്റാർക്കെങ്കിലും പങ്കുവെച്ചു കൊടുത്തുവോ? എന്നൊക്കെയുള്ള സ്നേഹവാക്കുകൾ ഓരോ അച്ഛനിൽ നിന്നും കേൾക്കാൻ കുട്ടികൾ കൊതിക്കുന്നുണ്ട്. ഉള്ളിലുണ്ട് സ്നേഹം. ഉടുപ്പ് വാങ്ങി കൊടുക്കുന്നുണ്ട്, മൊബൈൽ വാങ്ങി കൊടുക്കുന്നുണ്ട്, കളിപ്പാട്ടം വാങ്ങി കൊടുക്കുന്നുണ്ട്. അതല്ല കൊടുക്കേണ്ടത്, സ്നേഹം പ്രകടമാക്കി കൊടുക്കുക വേണ്ടത്. 5 വയസ്സ് വരെ എന്തായാലും കർത്തവന് വേണമെങ്കിൽ പോവായിരുന്നു. ആൺകുട്ടി ഉണ്ടായി, ഈശ്വരനാണ്, താനെ വളർന്നോളും. അല്ല, 5 വയസ്സ് വരെ കൂടെ തന്നെ ഉണ്ടായി. 5 വയസ്സ് കഴിഞ്ഞപ്പോ 5-ാം പിറന്നാൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ തപസ്സിന് പോക്കോട്ടെ അച്ഛാ. അങ്ങനെ പോകാൻ പറ്റില്ല. ഇന്നലെ വൈഷ്ണവത്തെ മാഷ് പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ കർമ്മം ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മമുണ്ട്. ആ കർമ്മത്തൊന്നും ഒളിച്ചോടാൻ പാടില്ല. പെൺകുട്ടികളുണ്ടായാൽ ആ പെൺകുട്ടികളെ ഉത്തമനായ പുരുഷനെ കണ്ടെത്തി ഏൽപ്പിക്കേണ്ട ചുമതല ആർക്കുണ്ട്? അച്ഛൻ്റെ ചുമതലയാണ്. എൻ്റെ മകളെ ബാല്യകാലത്ത് ഞാൻ പരിപാലിച്ചു, യൗവനകാലത്ത് മകളെ പരിപാലിക്കാൻ യോഗ്യത അച്ഛനാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ആർക്കാ കൊടുക്കേണ്ടത്? 9 കുട്ടികളുണ്ട് ഇവിടെ. അപ്പോഴാണ് ബ്രഹ്മാവ് വന്നു അത്രേ. 10 പുത്രന്മാരുമായിട്ട് വന്നു. മരീചി, അത്രി, അംഗിരസ്, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, ദക്ഷൻ, വസിഷ്ഠൻ, നാരദൻ തുടങ്ങി ആ 10 പുത്രന്മാരുമായിട്ട് ബ്രഹ്മാവ് വരുന്നു. ആ ബ്രഹ്മാവ് വന്നപ്പോ ബ്രഹ്മാവോട് ചോദിച്ചു, ആർക്കാണ്, എങ്ങനെയൊക്കെയാ വേണ്ടത്? ബ്രഹ്മാവ് പറഞ്ഞു, മരീചയം കലാം പ്രാതാൽ അനസൂയാമഹാത്രയേ ശ്രദ്ധാം അംഗിരസേ. ഓരോരുത്തരുടെയും പേര് പറഞ്ഞു കൊടുത്തു അത്രേ. ബ്രഹ്മാവിനറിയാലോ, ജാതകം ആരുടെയൊക്കെ യോജിക്കുന്ന ബ്രഹ്മാവിനറിയാലോ. എല്ലാവരും ജാതകം ഉണ്ടാക്കുന്ന ബ്രഹ്മാവല്ലേതാ. മരീചി ആ കലയെ സ്വീകരിച്ചോളും. ഇപ്പുറത്തെ പെൺകുട്ടികൾ ഇപ്പുറത്ത് ഇരിക്കുക, കസേര അങ്ങനെ നിരത്തിയിട്ടുണ്ട്. കസേര അടുത്ത് പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ 1-ാമത്തെ കസേരയിൽ മരീചി, അതിൻ്റെ അടുത്ത് കല പോയിരിക്കുമോ? അത്രി മഹർഷി പോയിരിക്കോ? ഇപ്പുറത്ത് അത്രി മഹർഷിയുടെ ഭാര്യയായിട്ട് അനസൂയാദേവി. ആ ഓരോരുത്തർക്കും ശ്രദ്ധയെ അംഗിരസ് മഹർഷിക്ക്, പുലസ്ത്യ മഹർഷിക്ക് ഹവിർഭുവി എന്ന പെൺകുട്ടിയെ, പുലഹ മഹർഷിക്ക് ഗതി എന്ന പെൺകുട്ടിയെ, ക്രതു മഹർഷിക്ക് ക്രിയ എന്ന പെൺകുട്ടിയെ, ധ്യാതി എന്ന പെൺകുട്ടിയെ, ഭൃഗു മഹർഷിക്ക് അരുന്ധതി എന്ന പെൺകുട്ടിയെ വസിഷ്ഠ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 8 പേരുടെ കഴിഞ്ഞു. ഇനിയിപ്പോ 9-ാമത്തെ ആളെ വിളിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ബാക്കിയുള്ളൂ. അപ്പോഴാണ് 2 ആൺകുട്ടികളുണ്ട്. കാരണം 10 പുത്രന്മാരുണ്ട്. നാരദരും ദക്ഷനും ബാക്കിയുണ്ട്. ബ്രഹ്മാവ് നോക്കി ആരെ വിളിക്കേണ്ടത്? ഒരു പെണ്ണുണ്ട്, 2 ആണുണ്ട്. ആരെ വിളിക്കേണ്ടത്? പെൺകുട്ടിയുടെ പേര് ശാന്തി എന്നാണ്. അപ്പുറത്ത്
രണ്ടുപേരുണ്ട്. ബ്രഹ്മാവ് പറഞ്ഞു രണ്ടുപേരും വേണ്ട എന്ന് പറഞ്ഞു. കപിലവാസുദേവൻ പോലും ചിന്തിച്ചു, ഇത് രണ്ടാൺകുട്ടികൾ രണ്ടുപേരും വേണ്ട. നാരദന് വിവാഹം വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നാരദന്റെ കുടുംബജീവിതത്തിൽ അദ്ദേഹത്തിന് ഭാര്യയായിട്ട് മാറിൽ തൂങ്ങിക്കിടക്കുന്ന മഹിത വീണ മാത്രമേ ഉള്ളൂ. വേറൊരു ഭാര്യയും കൊണ്ട് നടക്കാൻ അദ്ദേഹത്തിന് ജാതകത്തിലില്ല. അപ്പം ആ ദക്ഷന് കല്യാണം കഴിക്കായിരുന്നില്ലേ? ദക്ഷണ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ? ദക്ഷ മുമ്പ് കല്യാണം കഴിച്ചിട്ടുള്ളത് പ്രസൂതിയെയാണ്. ഈ പ്രസൂതി ഈ ശാന്തി എന്ന പെൺകുട്ടിയുടെ അമ്മയുടെ അനിയത്തിയാണ്. ദേവഹൂതിയുടെ അനിയത്തി പ്രസൂതിയെ ദക്ഷൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ദക്ഷനെ സംബന്ധിച്ചത് ഭാര്യയുടെ ഏടത്തിയുടെ മകളാണ്. ഭാര്യയുടെ ഏടത്തിയുടെ മകള് പറഞ്ഞാൽ തനിക്ക് മകളുടെ സ്ഥാനല്ലേ? രണ്ടുപേരും വേണ്ട പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്തു? അപ്പോ ഒരാളെ സൃഷ്ടിച്ചു. അത്രേ അഥർവാവ് എന്നൊരു യുവാവിനെ സൃഷ്ടിച്ചു. അഥർവണേതാശാന്തിയും അഥർവാവിനെ സൃഷ്ടിച്ച് അന്ന് തന്നെ യൗവനം കൊടുത്തു, ഭാര്യയും കൊടുത്തു. ജനിച്ച അന്ന് തന്നെ യൗവനവും കല്യാണവും കഴിക്കാൻ പറ്റിയ ആളാണ് അഥർവാവ്. ശാന്തി എന്ന പെൺകുട്ടി അഥർവാവിന് വിവാഹം ചെയ്തു കൊടുത്തു. ഇങ്ങനെ 9 പേരുടെ വിവാഹം കഴിഞ്ഞു. ഭഗവാൻ 9 പേരെയും അനുഗ്രഹിച്ച് കപിലവാസുദേവൻ യാത്രയാക്കി. ബ്രഹ്മാവും കപിലവാസുദേവനും അവരാണല്ലോ ആൺകുട്ടികളുടെ അച്ഛൻ ബ്രഹ്മാവ്, ആ പെൺകുട്ടികളുടെ അച്ഛൻ കപിലവാസുദേവൻ അനുഗ്രഹിച്ച് യാത്രയാക്കി. ബ്രഹ്മാവും യാത്രയായി. ഇപ്പോൾ കപിലവാസുദേവനും അമ്മയും കർദമ പ്രജാപതിയും. കർദമ പ്രജാപതി വീണ്ടും ഭഗവാനെ മകനായി കണ്ട്, ഭഗവാനെ ഈശ്വരനായി കണ്ട് നമസ്കരിച്ച് തപസ്സിനായിട്ട് പോയി. ദേവഹൂതി അമ്മയും ആ മകനും മാത്രമായപ്പോൾ ദേവഹൂതി ചിന്തിക്കുകയാണ്, ജീവിതത്തിൽ അനുഭവിച്ച സുഖങ്ങളൊന്നും ഇന്ന് എൻ്റെ കൂടെ ഇല്ല. ആകെയുള്ളത് 5 വയസ്സുള്ള ഉണ്ണി മാത്രം. നമ്മളോട് പറഞ്ഞു തരികയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വിട്ടുപോകും. ആൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എനിക്ക് അച്ഛൻ്റെ അമ്മയോടൊന്നും കൂടെ ജീവിക്കാൻ ശരിയാവില്ല എന്ന് പറഞ്ഞ് വേറെ വീടുണ്ടാക്കി പോവും. കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. മകനും മരുവളൊന്നും കൂടെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ജോലി എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് പോവും. വേറെ കുട്ടിയുടെയൊക്കെ കൊണ്ടുപോകും. കൊല്ലത്തിലൊരിക്കൽ വന്നാലായി, ഇത്രയേ ഉള്ളൂ. പെൺകുട്ടിയാണെങ്കിലോ കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ കൂടെയും പോകും. ആരേ ഉണ്ടാവുള്ളൂ? ഈ കുട്ടി ഉണ്ടാവും വേണമെങ്കിൽ. സ്വന്തം കുട്ടി കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്, ഉണ്ടാവില്ല. പക്ഷേ ഈ കുട്ടിയെ 5 വയസ്സുള്ള കുട്ടിയെ 5 വയസ്സുള്ള കപിലവാസുദേവനാണ് അവിടെ അമ്മയുടെ കൂടെ ഉണ്ടായത്. ഭർത്താവ് തപസ്സിനായിട്ട് പോവും. തപസ്സിനായിട്ട് അദ്ദേഹം പോയി. കർദമൻ എല്ലാ ഭർത്താക്കന്മാരും തപസ്സിൽ പൊക്കോളണമെന്നൊന്നുമില്ല. എന്നാലും ഭാര്യയ്ക്കും ഭർത്താവിനും അവനവൻ്റെ കുട്ടികളല്ല എന്നും ഉണ്ടാവുക. അച്ഛന് വയ്യ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും, അമ്മേ ലീവില്ല ഞങ്ങൾക്ക്, അല്ലെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റില്ല, പിന്നെ ഇവിടുന്ന് ഇന്ന് ഫ്ലൈറ്റിനും ടിക്കറ്റ് കിട്ടാനില്ല, വലിയ പൈസയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റില്ല, എന്തെങ്കിലും പറ്റി അറിയിച്ചാൽ മതി. എന്തേ? അച്ഛനമ്മ ആർക്കും മരിച്ചറിയിച്ചാൽ മതി വരാം. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെന്നും കാണാൻ വരാൻ മക്കൾ തയ്യാറല്ല എന്ന് എത്രയോ പേർക്ക് അനുഭവം ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ വരവ് കൂടിയല്ലേ വരണ്ടു, അയക്ക് വേണ്ടി ഒന്ന് ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് പോകാമല്ലോ എന്ന ഭാവത്തിൽ ഈ ശല്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ വന്നു എന്ന് വരാം. കാരണം എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. കലിയുഗത്തിൽ മിക്കവാറും അങ്ങനെ ആവും ഉണ്ടാവുക. പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെ എൻ്റെ കുട്ടിയായിട്ട് 5 വയസ്സുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഓടി വരും വിളിച്ചാലായിട്ട്. ഭാഗവതം 5 വയസ്സുള്ള ഉണ്ണിക്കണ്ണനെ നമുക്ക് സ്വന്തമാക്കി തരുന്ന ഗ്രന്ഥമാണ്. എനിക്ക് കുറച്ചുകൂടി ചെറിയ ഉണ്ണിയെ മതി, എനിക്ക് എടുത്തു നടക്കാൻ പാകത്തിന് ആയിക്കോട്ടെ. ഭാഗവതം അവസാനമാകുമ്പോഴേക്കും ആല്യക്കണ്ണനായിട്ടാണ് എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടവരെടുത്തോളൂ, തന്നെ വേണ്ടവരെൻ്റെ കാല് പിടിച്ചോളൂ. ഇനിയല്ല എനിക്ക് വലിയ ഭഗവാനെയാണ് വേണ്ടത്, വലിയ കാലുള്ള ഭഗവാനെയാണ് വേണ്ടത് വെച്ചാൽ എന്നാ ശരി, വാമനമൂർത്തിയായിട്ട് വലിയ കാലുമായിട്ട് കാണിച്ചു തരും, ആല്യക്കണ്ണനായിട്ട് ചെറിയ കാലുമായിട്ടും കാണിച്ചു തരും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭഗവാന്റെ കാല് പിടിക്കാം. ഒരാപത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കാക്കശ്ശേരി പട്ടേരിക്ക് സംശയമൊന്നും ഉണ്ടായില്ല. ചൊല്ലാനിക്കരമ്മയുടെ പാദം ആശ്രയിച്ചോളൂ എന്നാ പറഞ്ഞത്. ചൊല്ലാനിക്കരമ്മയെ ഒന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ സ്മരണീയം ചരണയുഗളമമ്പായാം. ആ അമ്മയെ നമസ്കരിച്ച എന്താ കിട്ടുന്നത്? ഇന്ദ്രാദിദേവന്മാര് ബ്രഹ്മാദിദേവന്മാര് മുഴുവൻ നമ്മുടെ ദാസന്മാരായിട്ട് വരുന്ന പറഞ്ഞത്. ഈ ഭഗവതിയെ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഭഗവതിയുടെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനോ സൂര്യനോ ചന്ദ്രനോ എന്ന് വേണ്ട എല്ലാ ദേവന്മാരും
ബ്രഹ്മാദേവന്മാരടക്കം നമ്മുടെ ദാസഭാവത്തിലേക്ക് വരും. അതെ, അവർ ചോറ്റാനിക്കരമ്മയെ ആശ്രയിക്കുന്നവരാ, അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മയെ ആശ്രയിക്കുക, കണ്ണനെ ആശ്രയിക്കാൻ ആ കണ്ണൻ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. 5 വയസ്സുള്ള കപിലവാസുദേവൻ മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ. ദേവഹൂതിക്ക് അപ്പോഴാണ് ചിന്ത വന്നത്, 10ാമതായിട്ട് തനിക്കുണ്ടായ ഉണ്ണി ഈശ്വരനാണ് എന്ന് ഭർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെന്ന് നമസ്കരിച്ചു അത്രേ. നിർവിണ്ണാം നിതരാംഭൂമൻ അസത് ഇന്ദ്രിയ ദർശനാം. ഉണ്ണി എന്നല്ല, ഈശ്വര എന്ന ഭാവത്തിൽ പ്രഭോ എന്ന് വിളിക്കണത്. എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരുന്നുണ്ട്. എന്താ? അസത് ഇന്ദ്രിയ ദർശനാൽ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചതൊക്കെ അസത്യങ്ങളാണ്. അപ്പൊ സത്യമായിട്ട് എന്താണുള്ളത്? കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളൊന്നും ഇന്ന് ദേവഹൂതിയുടെ മുമ്പിലില്ല. വിമാനത്തിൽ പോയി കുറെ കാഴ്ചകൾ കണ്ടതാ, ശരീരം കൊണ്ട് കുറെ സുഖം അനുഭവിച്ചതാ, അതൊന്നും കൂടെ ഇല്ല. കൊട്ടാരത്തിലെ ജീവിതം, അച്ഛൻ, അമ്മ, ഭർത്താവ്, പെൺകുട്ടികള്, വിമാനം, പല പല ലോകങ്ങളിലെ കാഴ്ചകൾ ഒന്നും കൂടെ ഇല്ല. കൂടെ 5 വയസ്സുള്ള ഉണ്ണി മാത്രമേ ഉള്ളൂ. എന്നും കൂടെ ഉണ്ടാവണത് അമ്മേ ഞാനുണ്ടാവും കൂടെ എന്ന് പറഞ്ഞു. ഞാനുണ്ടാവും കൂടെ, എന്നെ കൂടെ കൂട്ടിയാൽ. നമ്മളോട് ചോദിക്കുക, ഉണ്ണിക്കണ്ണനെ എന്നെ കൂടെ കൂട്ടുമോ നിങ്ങള്? എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ തനിച്ചാ പോണത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. അപ്പൊ ഞാൻ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? അതുകൊണ്ടല്ലേ തനിച്ചാന്ന് പറയണത്. ഞാൻ കൂടെ ഉണ്ട് വെച്ചാൽ പിന്നെ തനിച്ചതെന്ന് പറയുമോ? എന്ത് സങ്കടം അറിയോ കണ്ണന്. ഞാൻ തനിച്ചാണ് എന്ന് പറയുമ്പോ അപ്പൊ ഞാനോ കണ്ണൻ കൂടെ ഇല്ലയോ? എന്തായാലും കണ്ണനും ഞാനും ഒന്നാണ് എന്നുള്ള ഭാവത്തിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല അല്ലെ. അഹം ബ്രഹ്മ എന്നുള്ള ഭാവത്തിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പരീക്ഷിച്ച് തന്നെ 7 ദിവസം ഭാഗവതം കേട്ട് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഭാവത്തിലേക്ക് എത്തിയത്. അപ്പൊ നമ്മൾ ഭഗവാനാണെന്ന് ചിന്തിക്കാറായിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ട്, ചിന്തിച്ചൂടെ? ഹരി ജഗന്നാഥൻ പരം നാരായണൻ അരീകത്തുണ്ടല്ലോ തുണായ എപ്പോഴും. ഞാൻ ഓടുമ്പോ വീഴില്ല കേട്ടോ, കാരണം കണ്ണൻ കൂടെ ഉണ്ട്. ഇനി വീട് വെച്ചാലും എൻ്റെ കൂടെ കണ്ണനുണ്ടാകും വീടാൻ. എന്നിട്ടോ ഞാൻ വീണ് എൻ്റെ കയ്യോ കാലോ എവിടെയെങ്കിലും കല്ലുമ്മ തട്ടുന്നതിന് മുമ്പ് കണ്ണൻ്റെ കയ്യോടെ കൊണ്ടുവയ്ക്കും. എൻ്റെ കയ്യിലേക്ക് വീണാൽ മതി, കരിങ്കല്ലിൻ്റെ മുകളിൽ വീഴണ്ട. നമ്മുടെ ഗുരുനാഥന് മുമ്പൊരിക്കലും വേറൊരു ശിഷ്യൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ ചെറുതായിട്ടൊന്നും മറിയുണ്ടായി. ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, ഏതാരും പറഞ്ഞതല്ല, ഡോക്ടർ പറയുകയാണ്, മറിഞ്ഞു വീഴുമ്പോൾ ഒരാൾ കൈകൊണ്ട് താങ്ങിയാൽ എത്ര പരിക്ക് പറ്റും? ആ പരിക്ക് പറ്റിയിട്ടു അത്രേ. ആരെ അവിടെ ഒന്ന് താങ്ങിയത്? ഭൈരപ്പനല്ലാണ്ട് പിന്നെ ആരാ താങ്ങാത്? വേറെ ആരാ നമുക്ക് താങ്ങായിട്ടുള്ളത്? ഇപ്പൊ ഗുരുനാഥൻ പറയുക, അദ്ദേഹം പറയുകയാണെന്ന് എനിക്ക് തിരക്കടില്ല. അദ്ദേഹം ആ ഭക്തിഭാവത്തിൽ പറയും. ഇത് പരിശോധിക്കുന്ന ഡോക്ടറാ പറയണത്. ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ ഒരാൾ താങ്ങിയാൽ പതുക്കല്ലേ വീഴുള്ളൂ, താങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പരിക്കേ പറ്റിയിട്ടുള്ളൂ എന്ന്. അപ്പൊ നേരിട്ട് വീണു വെച്ച് കഴിഞ്ഞാൽ താങ്ങാൻ ആളുണ്ടായില്ല വെച്ചാൽ അതാവില്ല പരിക്ക് പറ്റുക. എന്നാൽ ഭഗവാൻ ഉണ്ടാവും. ആ ഉറപ്പ് ഉള്ളിൽ അങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മൾ ഒരിക്കലും തനിച്ചാന്ന് പറയില്ല, തനിച്ചാണെന്ന തോന്നലുണ്ടാവില്ല. ഉറപ്പ്, ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. ആ ഉറപ്പ് വന്നു ദേവഹൂതിക്ക്. ആ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്നും സത്യമായിട്ടാണ് ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും സമമായ അവസ്ഥയാണ് സമാധാനം. മനസ്സിനെ സമമായിട്ട് ആധാനം ചെയ്യുക. എപ്പോഴും ഒരേപോലെ മനസ്സ്, സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെ. നമുക്ക് നിസ്സാരമായൊരു കാര്യത്തിന് തന്നെ മനസ്സമാധാനം അല്ലേ. ഇപ്പൊ സാമ്പാറിലെ ഉപ്പ് കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആകെ എവിടെ നോക്കിയിട്ടാ ഉപ്പിട്ടതൊന്ന് സാധു നോക്കിയിട്ട് വിളമ്പിക്കൂടെ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുകയും. എന്തിനീ ബഹളം വെക്കേണ്ട ആവശ്യം? ഉപ്പ് തരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ അവർക്ക് മനസ്സിലാവും, അതെ ഉപ്പ് കുറവുണ്ട് അല്ലേ, എന്നാൽ ഒന്ന് എല്ലാവർക്കും ഉള്ളതിലൊന്ന് ഉപ്പ് കുറവുണ്ടെങ്കിലിട്ട് ഇളക്കാമെന്ന് വിചാരിക്കും. അതിന് വേണ്ടത് എവിടെ നോക്കിയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് 364 ദിവസവും നന്നായി വെച്ച് തന്നാലും 364 ഉപ്പ് കുറഞ്ഞാൽ മതി ബഹളം വെക്കാൻ. എന്തേ കാരണം? നമുക്ക് ആ ഉപ്പിന്റെ കുറവ് പോലും നമുക്ക് സഹിക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാ കർമ്മ പ്രാരാബ്ധങ്ങൾ സഹിക്കാൻ പറ്റുക? ആലോചിച്ചാൽ മതി. ചെറിയൊരു, അത് കുറവൊന്നുമല്ല, മിക്കവാറും ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഉണ്ടാവും ചെറിയൊരു പാത്രത്തിൽ ഉപ്പ്, അതിലേച്ചെടുത്ത് വേണ്ടു. അപ്പോഴേക്കും പിന്നെ പറഞ്ഞു നോക്കിയ, കാരണം അതുപോലെ നമുക്ക് ക്ഷമിക്കാൻ വയ്യാച്ചാൽ പിന്നെ സമാധാനം നമുക്ക് കിട്ടും. സമാധാനം
ഉപ്പിൻ്റെ കുറവ് സഹിക്കാൻ വയ്യ വെച്ചാൽ ജീവിതത്തിൽ കിട്ടുന്ന സുഖങ്ങളുടെ കുറവ് എങ്ങനെ സഹിക്കാൻ പറ്റും? സഹനശക്തി, മനസ്സിനെ സമമായിട്ട് ആധാനം ചെയ്യാൻ മനസ്സിലുള്ള അഴുക്കുകൾ കളയണം. ഒരു കസേരയിൽ നമ്മൾ ഇരിക്കുമ്പോഴേ കുറേ ആയിട്ട് അട്ടിക്ക് വെച്ച കസേരയാകുമ്പോൾ എടുത്തിരിക്കുമ്പോൾ എന്ത് വേണം? പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ എന്നും ആളുകൾ ഇരിക്കുന്ന കസേരയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നും നടക്കുന്ന വഴിയാണെങ്കിൽ നമുക്ക് കറണ്ട് പോയാലും, ഇപ്പൊ നമുക്ക് വീട്ടിൽ കറണ്ട് പോയാലും എവിടെ തീപ്പെട്ടി ഇരിക്കണത്, എവിടെ ടോർച്ച് ഇരിക്കണത് എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ എന്നും നടക്കണതാ. ഇതുപോലെ എന്നും നാമം ജപിക്കുന്നവർക്ക്, എന്നും ജ്യോതാനിക്രിയാമയും നമസ്കരിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ എന്നും പൂജാമുറിയിലെങ്കിലും ഒരു നാമം ജപിക്കുന്നവർക്ക് ഒന്നും പ്രശ്നമല്ല. അവർക്ക് കറണ്ട് പോയോ സാരല്ല. ഭീമൻ പറഞ്ഞില്ലേ എന്നും കഴിക്കണതാ, അപ്പോൾ അയൽക്കുള്ള വഴി അറിയാൻ വെളിച്ചത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന്. അത് ചിന്തിച്ചപ്പോഴാണ് അർജുനന് മനസ്സിലായത്, അപ്പൊ ഞാൻ എന്നും അമ്പ് ചെയ്യണതല്ലേ, അപ്പൊ എനിക്ക് അമ്പ് ചെയ്യാൻ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല എന്ന് അർജുനനും മനസ്സിലാക്കി. എന്നും നാമം ജപിക്കുന്നവർക്ക് ഇപ്പോൾ നമ്മൾ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുക, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാവും ചിലപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയത്. കാണാതെ പഠിച്ച ഒരാൾക്ക് കറണ്ട് പോയാൽ പ്രയാസമുണ്ടോ? അവർ തുറന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലാത്തവരോ ഇപ്പോൾ കറണ്ട് വന്നിട്ട് വേണം നോക്കിയിട്ട് വായിക്കാൻ കാണാനില്ല, അല്ലെങ്കിൽ മൊബൈൽ തപ്പി ലൈറ്റ് ഓണാക്കി നോക്കിയിട്ട് വേണം. പരിഭ്രമം വന്നു എന്തേ? അത് എന്നും ശീലിക്കുന്നവർക്ക് മനസ്സിലത് മനപ്പാഠമാണ്. അവർക്ക് കറണ്ട് പോയാലും കുഴപ്പമില്ല, കറണ്ട് വന്നാലും കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് അതല്ല. ഇതുപോലെയാണ് ജീവിതത്തിൽ. ഇപ്പം എന്നും ഇരിക്കുന്ന കസേരയിൽ പൊടി ഉണ്ടാവില്ല, വല്ലപ്പോഴും ഒരിക്കലും ഇരിക്കേണ്ടു. അട്ടിക്ക് വെച്ചതാണെങ്കിൽ പൊടി ഉണ്ടാവും. നമ്മുടെ മനസ്സ് എന്നും നാമം ജപിക്കാത്ത മനസ്സിൽ, എന്നും ഈശ്വരചിന്തയില്ലാത്ത മനസ്സിൽ അഴുക്കുകളുണ്ടാവും. ഏതാ അഴുക്ക്? അഹം മമ അഭിമാനോക്തൈർ കാമലോഭാദികർ മലൈ, ഞാനെന്നുള്ള ഭാവം, എൻ്റേത് എന്നുള്ള ഭാവം അതൊരിക്കലും ഉണ്ടാവരുത്. ശങ്കരാചാര്യ സ്വാമികളെ ഉറപ്പിച്ച് പറയണു, കാമം ക്രോധം ച ലോഭം ച ദേഹേ തിഷ്ഠതി തസ്കരഃ ജ്ഞാനരത്നാപഹാരായ തസ്മാൽ ജാഗ്രത ജാഗ്രത. വളരെ ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ എന്നാണ് പറഞ്ഞത്. എന്താ? 3 കള്ളന്മാര് വരരുത്. കാമം ക്രോധം ലോഭം, ഈ 3 കള്ളന്മാര് ശ്രദ്ധിക്കണം. എന്താ കട്ടെടുക്കുക? ജ്ഞാനരത്നാപഹാരായി നമ്മൾ സമ്പാദിച്ചു വെച്ച അറിവിനെ കട്ടെടുത്തുകൊണ്ട് നമ്മളെ വഴി തെറ്റിക്കും. അപ്പൊ കാമത്തിനും ക്രോധത്തിനും ലോഭത്തിനും, കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് തന്നെ എനിക്ക് കിട്ടണം എന്നുള്ള ഭാവമാണ് കാമം. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷനോടോ അല്ലെങ്കിൽ പുരുഷന് സ്ത്രീക്കോ തോന്നുന്ന ഭാവത്തെയൊന്നുമല്ല കാമം എന്ന് പറയുക. എന്തെങ്കിലും ഒരു വസ്തു അതെനിക്ക് കിട്ടണം, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള അതിയായ മോഹമാണ് കാമം. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും. നമുക്കില്ല, അർഹതയില്ലാത്തതിനും മോഹിക്കരുത്. കിട്ടാൻ യോഗമില്ലേ, വേണ്ടാന്ന് വെക്കണം. കാമം, ക്രോധം, പിന്നെന്താ പറയേണ്ട ആവശ്യമില്ലല്ലോ ക്രോധം എന്താണെന്നുള്ളത്. ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിശുക്ക് എന്ന് പറയാം. പിശുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കോർവ്, അത് മനസ്സിൽ തന്നെ ഉണ്ടാവും. നമുക്ക് അങ്ങോട്ട് കൊടുക്കുമോ? അമ്പലത്തേക്ക് പിരിവിനോ എന്ന് ചോദിക്കുമ്പോൾ 100 വേണമെന്ന് പറയുമ്പോൾ 50 കൊടുത്താൽ മതി. ഇപ്പം അവർ വന്നതുകൊണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് 100 കൊടുക്കുക എന്ന് വിചാരിച്ച് കൊടുക്കണല്ലേ, കൊടുക്കാണ്ടിരിക്കുക ഭേദം. 50 കൊടുക്കുകയാണെങ്കിലും 10 റുപ്യ കൊടുക്കുകയാണെങ്കിലും എന്ത് വേണം? പരിപൂർണ മനസ്സോടുകൂടി കൊടുക്കണം. പൂർണ്ണ മനസ്സോടുകൂടി. അങ്ങനെ മനസ്സില്ലാണ്ടുള്ള ദാനങ്ങളാണ് എന്ത്? ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ ഉള്ള മടി. ഇത് 3 നമുക്ക് ദോഷം ഉണ്ടാക്കും. പറഞ്ഞു, അഹം മമ അഭിമാനോക്തൈർ കാമലോഭാധിപർ മലൈ, ഞാനെന്നും എൻ്റെതെന്നുമുള്ള ഭാവത്തെ ഇല്ലാണ്ടാക്കണം. അതിനെന്ത് വേണം? സദാൻ പ്രസംഗാൻ മംവീര്യ സംവിധാം ഭവന്തിഹ കർണരസായന കഥ. സത്സംഗങ്ങളിൽ ചെന്ന് കണ്ണിനും ചെവിക്കും ഹൃദയത്തിനും മനസ്സിനുമൊക്കെ സമാധാനം കിട്ടുന്ന രസായനമായിട്ടുള്ള എൻ്റെ കഥകൾ കേൾക്കൂ. സത്സംഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സജ്ജനങ്ങളുടെ അടുത്ത് കഥ കേൾക്കാൻ പറ്റും. കഥ കേൾക്കുക വഴി ശ്രദ്ധാരതിർ ഭക്തിരനുക്രമിഷ്യതി, ശ്രദ്ധ വരും. ഞാൻ ഇനി കേൾക്കേണ്ടത് ഈ കഥകളാണ്. ഇതുവരെ കേട്ട കഥകളൊന്നും അല്ല കേൾക്കേണ്ടത്, ഭാഗവതമാണ്, ചോറ്റാനിക്കരമ്മയുടെ കഥകളാണ് കേൾക്കേണ്ടത്. ഇപ്പൊ ചോറ്റാനിക്കരയിൽ കർക്കിടക മാസത്തിൽ വന്നു കഴിഞ്ഞാൽ കണ്ണന്റെ കഥയായിട്ടുള്ള ഭാഗവതം കേൾക്കാം ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞാൽ പിന്നീട് ദേവി മഹാത്മ്യ, ദേവിയുടെ കഥകൾ കേൾക്കാം, ദേവി ഭാഗവതമായിട്ട്. നാരായണീയം കേൾക്കാം, രാമായണം കേൾക്കാം, എല്ലാ കഥയും കേൾക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രസാദ കൂട്ടും കിട്ടും, അമ്മയെ പോയിട്ട് തൊഴുകയും ചെയ്യാം. എന്ത് വേണമെങ്കിലും എല്ലാം തരാൻ ആർക്കേ സാധിക്കുള്ളൂ? അമ്മയ്ക്കേ സാധിക്കുള്ളൂ. ചിലപ്പോൾ അമ്മ വടിയെടുത്ത് തല്ലും ചെയ്യും എന്തെങ്കിലും കോപിതരം കാണിച്ചു കഴിഞ്ഞാൽ.
എന്തിനു വേണ്ടിയിട്ടാ അല്ലേ? നമ്മുടെ അമ്മ അങ്ങനെ തന്നെയല്ലേ? നമുക്ക് പാല് തരും അല്ലേ? അമ്മിഞ്ഞപ്പാല് നിന്നാണ് തുടങ്ങുക.